നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് പിടിയിലായത്. കാസർഗോഡ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് 2 പേർ പിടിയിൽ. കണ്ണങ്കോൾ ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കളക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. വജ്രജൂബിലി സമ്മേളന പ്രമേയം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. തിരച്ചിലിനിടെ കടിഞ്ഞിമൂല പാലത്തിനു സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. തിരച്ചിലിനിടെ കടിഞ്ഞിമൂല പാലത്തിനു സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ മൊബൈൽ ഫോൺ കരയിൽ നിന്ന് രാവിലെ ലഭിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ പുഴക്കരികിൽ നിന്ന് പാത്രം കഴുകുന്നതിനിടെയാണ് ഇവർ പുഴയിൽ വീണത്. ഫയർഫോഴ്സ്, സ്കൂബ ടീം, നീലേശ്വരം പോലീസും നാട്ടുകാരും തിരച്ചിലിൽ പങ്കെടുത്തു. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ടൈലറാണ് യുവതി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. മകൻ ഗുരുപ്രസാദ് പ്രഭു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മാതാവ് സാവിത്രിയെ അടുക്കളയിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടത്. അടുക്കളയിലെ ഫൈബർ കസേരയിലിരുന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയെടുത്ത് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കസേര ഉരുകി ദേഹത്ത് പറ്റിപ്പിടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. സാവിത്രി ഇത്തരത്തിൽ ജീവനൊടുക്കുവാൻ കാരണമായത് വീട്ടിലെ ടെലിവിഷൻ തകരാറിലായത് മൂലമാണെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു സാവിത്രിയെന്നും എന്നും രാവിലെ 6 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കാറുള്ളതാണെന്നും മകൻ ഗുരുപ്രസാദ് പറഞ്ഞു. എഴുന്നേറ്റ ഉടൻ TV കാണാൻ തുടങ്ങും. ഇന്നലെ TV തകരാറിലായതിനെ തുടർന്ന് നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു. ഇന്ന് തകരാർ പരിഹരിച്ച ശേഷം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ വീട്ടിൽ TV ഇല്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാതാവെന്നും മകൻ അറിയിച്ചു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനു കേസെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാശിമഠം ഗുഡയിലെ പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യയാണ് മരണപ്പെട്ട സാവിത്രി പ്രഭു. സംഗീത പൈ മകളാണ്. പുഷ്പാവതി, ഗുരുപ്രസാദ് പൈ എന്നിവർ മരുമക്കളാണ്. പ്രഭ നായക്, രേവതി പൈ, ഉദയകുമാരി, ജയശ്രീ കിനി, കേസരി പ്രഭു എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ടതോടെയാണ് യുവാവ് ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞത്. കാസർഗോഡ് ടൗണിൽ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ട് യുവാവിനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണമിടപാടുമായുള്ള വിഷയത്തെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. കാസർഗോഡ് ടൗണിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഇയാൾ പെട്രോൾ വാങ്ങിയത്. ഇയാൾ പെട്രോൾ കുടിച്ചു എന്ന വിവരത്തെ തുടർന്ന് കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് ഇയാളെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ടാബ് വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ചു മുങ്ങിയ കേസിൽ കൊച്ചി സ്വദേശി അറസ്റ്റിൽ. എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 20-ന്
വൈകിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൊബൈൽ കടയിൽ നിന്ന് 44,999 രൂപ വില വരുന്ന ടാബ് വാങ്ങിയ പ്രതി ഡിസ്കൗണ്ട് കഴിച്ച് 32,492 രൂപ കാനറ ബാങ്ക് ആപ്പ് വഴി നൽകാമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് പണം നൽകാതെ ടാബുമായി കടന്നുകളയുകയായിരുന്നു. കാസർഗോഡ് ടൗൺ SI MTP സൈഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് ടാബ് ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. മഞ്ചേശ്വരം കെതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദിൻ, റിസ്വാൻ എന്നിവരാണ് പിടിയിലായത്. 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ മംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് അറസ്റ്റ്. മഞ്ചേശ്വരം കെതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദിൻ, റിസ്വാൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് പ്രതികൾ മംഗളൂരുവിലേക്ക് കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. കാഞ്ഞങ്ങാട് DYSP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ദിനേശനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണങ്കോൾ ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കളക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. കണ്ണങ്കോൾ ഊരിൽ നടന്ന ചടങ്ങിൽ സൈക്കിളുകൾ വിതരണം ചെയ്ത ശേഷം കുട്ടികൾക്കൊപ്പം കളക്ടർ സൈക്കിൾ യാത്ര നടത്തുകയും ചെയ്തു. കണ്ണങ്കോൾ ഊരിലെ കുട്ടികൾക്ക് ഇനി സ്കൂളിലേക്കും കളിയിടങ്ങളിലേക്കും പറക്കാൻ പുത്തൻ സൈക്കിളുകൾ. അതിർത്തി ഗ്രാമമായ ദേലമ്പാടിയിലെ കുട്ടികളുടെ ദുരിതം കണ്ട് അവർക്ക് സൈക്കിൾ എത്തിക്കും എന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനവേളയിൽ വാക്കു നൽകിയിരുന്നു. ആ ഉറപ്പാണ് കളക്ടർ ഇപ്പോൾ നടപ്പിലാക്കിയത്. സൈക്കിൾ സമ്മാനിക്കുക മാത്രമല്ല, ഊരിലെ വഴികളിലൂടെ കുട്ടികൾക്കൊപ്പം സ്വയം സൈക്കിൾ ചവിട്ടി കളക്ടർ യാത്ര ചെയ്തപ്പോൾ കുട്ടികൾക്ക് കളക്ടറുമായുള്ള അകലം മാഞ്ഞു. കണ്ണങ്കോൾ ഊരിൽ നടന്ന ചടങ്ങിൽ കളക്ടർ സൈക്കിളുകൾ വിതരണം ചെയ്തു. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഗോപാലൻ, വാർഡ് മെമ്പർമാരായ തിമ്മയ്യ, ഐത്തപ്പ, അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ പ്രസന്ന എന്നിവർ സംസാരിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മധുസൂദനൻ സ്വാഗതവും ST പ്രൊമോട്ടർ ചന്ദ്രശേഖർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി സമ്മേളന പ്രമേയത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA വജ്ര ജൂബിലി സമ്മേളന പ്രമേയത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും നടത്തി. കേരളത്തിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ സംരക്ഷിച്ച് സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുക, 5 വർഷ തത്വം പാലിച്ച് 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, PFRDA നിയമം, പെൻഷൻ സാധൂകരണ നിയമം, ലേബർ കോഡുകൾ എന്നിവ പിൻവലിക്കുക, NPS പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതിയായ OPS പുനഃസ്ഥാപിക്കുക, മാനദണ്ഡ വിരുദ്ധ സ്ഥലംമാറ്റങ്ങൾ റദ്ദാക്കി പൊതു സ്ഥലംമാറ്റം അടിയന്തിരമായി നടപ്പിലാക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുക, ഫെഡറലിസവും മതനിരപേക്ഷതയും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്ലാനിംഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച കാസർഗോഡ് ജില്ലാ മാർച്ച് ഇൻകം ടാക്സ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. 600 രൂപയിൽ നിന്നും 1600 രൂപയിലേക്ക് കൊടുക്കാൻ തയ്യാറായി. പിന്നീട് ഇപ്പോൾ 2000 രൂപയും കൊടുക്കാൻ തയ്യാറായി. നമ്മൾ ആലോചിക്കേണ്ടത് ഈ പെൻഷൻ തുക അവരുടെ അവകാശപ്പെട്ട തുകയാണ്. സാമൂഹ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള രീതിയിലാണ് ഈ പെൻഷൻ തുക കൊടുക്കുന്നത്. കർഷക തൊഴിലാളികൾക്ക് മാത്രമല്ല, വിധവകൾക്ക് കൊടുക്കുന്നുണ്ട്, ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CS സുമേഷ് അധ്യക്ഷത വഹിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി K. ഹരിദാസ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി PV ശരത്, KGOA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV രാഘവൻ, CM സുധീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആർജിത PV എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ വൈശാഖ് ബാലൻ നന്ദിയും പറഞ്ഞു. പ്രതിഷേധ പരിപാടികൾക്ക് ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ വിക്രം കൃഷ്ണൻ, രാജീവൻ M, ജയരാജൻ PC, വത്സൻ M, ജയചന്ദ്രൻ A, മിനി P, നാഗേഷ K, സച്ചിൻ
രാജ് PV, രവീന്ദ്ര A, ദിവ്യ D എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവാതിര കളിയും നാട്ടിപ്പാട്ടും അവതരിപ്പിച്ചും പച്ചിലത്തോരൻ ഇലയട നിർമ്മാണ മത്സരങ്ങൾ സംഘടിപ്പിച്ചും തൃക്കരിപ്പൂരിൽ വേറിട്ട കർഷക ദിനാചരണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചത്. വ്യത്യസ്ത മേഖലയിലുള്ള 8 കർഷകരെ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചടങ്ങിൽ ആദരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് പച്ചിലത്തോരനും ഇലയടയും നിർമ്മാണ മത്സരങ്ങൾ നടത്തിയത്. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് നിന്ന് ടൗണിലേക്ക് കർഷകരും കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് വിളംബര ഘോഷയാത്രയും നടത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള വ്യത്യസ്ത മേഖലയിലുള്ള 8 കർഷകരെ ആദരിച്ചു. മറ്റും നമുക്ക് സാധിക്കും. ഒരു അടുക്കളത്തോട്ടം നമുക്ക് എത്ര പേർക്ക് നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? എല്ലാവർക്കും ഇന്ന് സമയമില്ലാത്തൊരു സമയമാണ് അല്ലേ? കാരണം നമുക്ക് ഒരു ഫോൺ ഉണ്ടായാൽ എല്ലാമായി. നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറി എത്തും, മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തുന്ന ഒരു സ്ഥിതിയാണ്. എന്നാൽ നമ്മളിൽ കൃഷി ചെയ്യുന്നവരെ കണ്ടാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരോട് അസൂയ തോന്നാറുണ്ട്. അവർ കൃഷി ചെയ്ത് കുറച്ച് വളരുമ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ ഒരു കുത്തുണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം അധ്വാനിച്ച് ജീവിക്കാനും കൂടില്ല, അധ്വാനിക്കാതിരിക്കാനും കൂടില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. കാരണം എന്നാലും നമ്മൾ ഇപ്പോൾ ഇവിടെ വൈക്കത്ത് അല്ലേ, അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു വീട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും വൈസ് പ്രസിഡന്റ് നജീബും നമ്മൾ 3 പേര് അവിടെ പോയ സമയത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലാണ് നമ്മളിവിടെ ചെയ്യുന്ന യുവ കർഷകർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ 3 ആളും അവിടെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തായാലും ഇവരെ പോലെയുള്ള ആൾക്കാർക്കാണ് ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുക്കേണ്ടതെന്ന്. വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് C രവി ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A രജീന, കൃഷി അസിസ്റ്റന്റ് K സജിത്ത്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഫാത്തിമത്ത് അഷ്രീഫ, TS നജീബ്, MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P രവീന്ദ്രൻ, VP സുനീറ, MTP ഷാഹിന, P സനൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, M രാമചന്ദ്രൻ, K പത്മനാഭൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KV വിജയൻ, പഞ്ചായത്ത് സെക്രട്ടറി M സന്തോഷ് കുമാർ, CDS അധ്യക്ഷ KP സുഹറ, VM ശ്രീധരൻ, VV അബ്ദുള്ള, TP ഉഷ, M ഗംഗാധരൻ, EV ദാമോദരൻ, K ശശിധരൻ, E ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളിയും നാട്ടിപ്പാട്ടും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷക സംഘം ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ക്ഷീരവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മിൽമ ഭരണസമിതിയോടുള്ള UDF സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ ക്ഷീരകർഷകർ പ്രതിഷേധിച്ചു. മിൽമ യൂണിയനും മിൽക്ക് ഫെഡറേഷനുകളും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ ക്ഷീരവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് കേരളത്തിലെ UDF ഗവൺമെന്റ് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മിൽമയോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കർഷക സംഘത്തിന് ജില്ലാ സെക്രട്ടറി കൂടിയായ സഖാവ് P ജനാർദ്ദൻ വിശദീകരിക്കുകയുണ്ടായി. സഖാവ് കുഞ്ഞിരാമേട്ടനും ഏതാനും കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് വലിയ ജനാധിപത്യമൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് കാഞ്ഞിരത്തിന്റെ മേലെ ആപ്പിൾ പിടിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിനേക്കാൾ ജനവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും നാളിതുവരെ കേരളത്തിലെ ജനങ്ങൾ സമരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള വിവിധ മേഖലകളിലെ അവകാശങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ജനവിരുദ്ധമായ സമീപനത്തിന്റെ വഴിയിലൂടെയാണ് ഈ സർക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്ഷീരമേഖലയിൽ ഇപ്പോൾ ഈ സമരത്തിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ എതിർവരമ്പ് കിടന്നു. എല്ലാ ആളുകൾക്കും അണിനിരക്കാൻ പറ്റുന്ന ഒരു സമരവേദിയാണ്. ഒരുപക്ഷെ ഇതര മേഖലകളിൽ എന്നതുപോലെ തന്നെ വളരെ അനുഭാവപൂർവ്വം കേരളത്തിലെ ക്ഷീരകർഷകന്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഭരണനിർവഹണം നടത്തിയത്.
അതിലൊട്ടേറെ പദ്ധതികൾ ക്ഷീരോത്പാദന മേഖലയിൽ ക്ഷീര ഉൽപാദന വർധനവിന്റെ കാര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ മുൻനിരയിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷീര കർഷകരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ജീവിതവും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടതിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പല ഇടപെടലുകൾക്കും സഹായകമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. തീർത്തും മാതൃകാപരമായ ഒരു ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ക്ഷീരശ്രീ പോർട്ടൽ വഴി നിരവധി പദ്ധതികളാണ് കേരളത്തിൽ LDF ഗവൺമെന്റ് നടപ്പിലാക്കിയത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു, സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ, മിൽമ മലബാർ മേഖലാ ഡയറക്ടർ K സുധാകരൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും വിവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് മണ്ണിൽ പൊന്നുവിളയിച്ച് നാടിന്റെ സമഗ്ര പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന കർഷകരെ ആദരിക്കുന്നതിനും കാർഷിക പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സമുചിതമായി ആഘോഷിച്ചു. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം MLA AK അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുത്തികയിൽ തുടങ്ങി കുമ്പളയും ഓർക്കാടിയും കഴിഞ്ഞ് ഒരു 4-5 പഞ്ചായത്തുകൾ ടച്ച് ചെയ്യാനുള്ള ഓട്ടത്തിലായി. പതിവില്ലാത്ത രീതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മുടെ 1-2 പഞ്ചായത്തുകൾ മഞ്ചേശ്വരം അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം ഹൈന്ദവ മതവിശ്വാസികളുടെ ഏറ്റവും വലിയ നാഗരപഞ്ചമി അത് രാവിലെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് ശേഷം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സാധാരണ 10 മണിക്കും 11 മണിക്കും തീർക്കേണ്ട ഈ ഒരു കർഷക ദിനം ചിങ്ങം 1 നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് ചിങ്ങം 1 പ്രസംഗിക്കാൻ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഉള്ള കാലത്ത് പ്രസംഗം മുഴുവനും കർഷകരുടെ ആത്മഹത്യ, ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചെടുക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്ത കഥ, കാർഷിക മേഖലയിലെ പുതിയ രോഗങ്ങൾ കൊണ്ട് കൃഷി തകരുന്നു, കൃഷി ഇല്ലാണ്ടായി പോകുന്നു. ആ രീതിയിലുള്ള മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുല്ല തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കർഷകരെ അനുമോദിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഹനീഫ്, പഞ്ചായത്ത് അംഗം മുക്താർ A, ഉപാധ്യക്ഷ ഫാത്തിമത്ത് സുഹറ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കാർഷിക മേഖലയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച വിവിധ വിഭാഗങ്ങളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ ഗോവിന്ദറായ് ശർമ്മ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സവിത V നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓണത്തോടനുബന്ധിച്ച് ബേബി ക്യാമ്പിൽ കുഞ്ഞോണം പൊന്നോണം ഓഫറുകൾ. കുഞ്ഞുടുപ്പ്, കളിപ്പാട്ടങ്ങൾ, ബേബി കെയർ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 50% വരെ ആകർഷകമായ ഓഫറുകളാണ് കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിലെ ബേബി ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 30 വരെയാണ് ഓഫറുകൾ ലഭിക്കുക. കുരുന്നുകളുടെ ഓരോ സന്തോഷവേളകളെയും കരുതൽ കൊണ്ട് ആഘോഷമാക്കുന്ന കാസർഗോട്ടെ ഏറ്റവും വലിയ കിഡ്സ് ഷോറൂമായ ബേബി ക്യാമ്പിലും ഉപ്പള ബേബി ക്യാമ്പിലും ഓണത്തോടനുബന്ധിച്ച് കുഞ്ഞോണം പൊന്നോണം ഓഫറുകൾക്ക് തുടക്കമായി. കുഞ്ഞുടുപ്പ്, കളിപ്പാട്ടങ്ങൾ, ബേബി കെയർ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 50% വരെ ആകർഷകമായ ഓഫറുകളാണ് കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിലെ ബേബി ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. 6990 രൂപയുടെ കിഡ്സ് സ്കൂട്ടർ 4999 രൂപയ്ക്കും 3290 രൂപ വിലയുള്ള കിഡ്സ് സ്റ്റഡി ടേബിൾ 2390 രൂപയ്ക്കും 2490 രൂപ വിലയുള്ള ബ്രാൻഡഡ് ഹൈ ചെയർ 1899 രൂപയ്ക്കും പ്രീമിയം വോക്കർ വെറും 1999 രൂപയ്ക്കും ബേബി വോക്കർ വെറും 1299 രൂപയ്ക്കും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരമാണ് ബേബി ക്യാമ്പിൽ ഉപഭോക്താക്കൾക്ക് ഓണം ഓഫറുകളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സ്കൈ റൈഡ് ഓൺ, സണ്ണി റൈഡ് ഓൺ, 5-in-1 ക്യാരി കോട്ട്
12-in-1 ക്യാരി കോട്ട്, ബേബി ഡയപ്പർ തുടങ്ങിയവയെല്ലാം വൻ ഓഫറുകളിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. ഇത്തരത്തിൽ ഓണത്തോടനുബന്ധിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത്യാകർഷകമായ ഓഫറുകളാണ് ബേബി ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. വൻ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഓഫറുകളായതിനാൽ തന്നെ ഏവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് ഓഫറുകളിലൂടെ സ്വന്തമാക്കാം. ആഗസ്റ്റ് 30 വരെയാണ് ഓഫറുകൾ ലഭിക്കുക. 2 നിലകളിലായി കുരുന്നുകൾക്കാവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ കളക്ഷനുകളാണ് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേബി ക്യാമ്പിലും ഉപ്പള ബേബി ക്യാമ്പിലും ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ, ബേബി കെയർ, നഴ്സറി ഫർണിച്ചർ, നഴ്സറി ഡെക്കറേഷൻ, നഴ്സിംഗ് ആൻഡ് ഫീഡിംഗ് സ്ട്രോളേഴ്സ് ആൻഡ് പ്രാംസ്, പൊട്ടി ട്രെയിനിങ്, ഗിഫ്റ്റ് സെറ്റ് എന്നിവയെല്ലാം ഏറ്റവും മിതമായ നിരക്കിൽ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന കംപ്ലീറ്റ് കിഡ്സ് ഷോറൂമാണ് ബേബി ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധുരമൂറും ഓർമ്മകളുടെ നിറവുമായി GHSS പരവനടുക്കം സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജൗക്കിൻ്റെടിയിൽ ശ്രദ്ധേയമായി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. 1989-90 കാലഘട്ടത്തിലെ ചെമ്മനാട് GHSS പരവനടുക്കം സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജൗക്കിൻ്റെടിയിൽ മധുരമൂറും ഓർമ്മകളുടെ നിറവിൽ നടന്നു. ഈ ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റി വളരെ സന്തോഷം. പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ഇതിലേക്ക് പോകുമ്പോൾ നമ്മളുടെ പ്രായം ഒരു 10 വർഷം 5 വർഷം കുറഞ്ഞ പോലെ തോന്നും. നമ്മളെ മനസ്സിനും ഇതായിരുന്നു. ഞാൻ ശരിക്കും ആലപ്പുഴ നിന്നാണ്. അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് വന്നത്. അച്ഛൻ്റെ വീട് പത്തനംതിട്ട, അമ്മയുടെ വീട് ആലപ്പുഴയായിരുന്നു. ഇപ്പം ഞങ്ങൾ ആലപ്പുഴയിൽ സെറ്റിൽഡാണ്. അങ്ങനെ തിരിച്ചു പോയതാണ്. അപ്പം പഠിച്ചത് പക്ഷെ മുഴുവൻ ഇവിടെ തന്നെയായിരുന്നു. കാസർഗോഡുകാരിയായിട്ട് തന്നെയാണ് ഞാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നത്, പഠിച്ചത്. ഇപ്പോഴും സ്ഥലത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡിനോട് തന്നെയാണ് ഉള്ളത്. ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പം നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലോ. ഞാൻ എന്ന് സ്വപ്നം കണ്ടാലും ഞാൻ കാസർഗോഡാണ്. സ്വപ്നത്തിൽ എന്നും ഞാൻ കാസർഗോഡാണ്. ഒരിക്കലും ഞാൻ അത് കഴിഞ്ഞ് വന്ന ഒരു സ്ഥലത്ത് ഞാൻ സ്വപ്നത്തിൽ കാണാറില്ല. അപ്പം നമ്മളുടെ സ്വപ്നങ്ങളിൽ ഇപ്പോഴും നമ്മൾ ചെറുതാണ്, നമ്മൾ അതിനോടാണ് അടുത്ത് നിൽക്കുന്നത്. അത് വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റിയതും കൂടാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. ശശിധരൻ GS, പവിത്രൻ കാവുങ്കാൽ, വിനോദ് കുമാർ പാലോത്ത്, ഡോക്ടർ അനുപമ, സതീശൻ പൊയ്യക്കോട്, ഗംഗാധരൻ, ഷെരീഫ്, ആബിദ്, ബാലകൃഷ്ണൻ കുണ്ട, ഗായത്രി, വേണുഗോപാലൻ, അംബിക, രാജൻ മണിയങ്ങാനം എന്നിവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെഹ്റു കോളേജ്, KSU, MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലയാണ് ലഹരി, ജീവിതമാണ് ലഹരി, ധ്വനി എന്ന പേരിൽ നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. MLA ആയതിനു ശേഷം കോളേജിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. നെഹ്റു കോളേജ്, KSU, MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിൻ്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലയാണ് ലഹരി, ജീവിതമാണ് ലഹരി, ധ്വനി എന്ന പേരിൽ നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കലാലയത്തിൽ മാന്യമായി തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇവിടെ UDSF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിദ്യാർത്ഥികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചീമനിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അവിടെ ചെന്ന അവസ്ഥ എന്താ? എഞ്ചിനീയറിംഗ് കോളേജാണ്, പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെതായിട്ടുള്ള ഒരു വൈബ് അവിടെ ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അവരാഗ്രഹിക്കുന്നത് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം, അതാണല്ലോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതല്ലേ വേണ്ടത്? വളരെ ഫ്രണ്ട്ഷിപ്പോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഏറ്റവും മധുരകരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, ഭാവിയിൽ പങ്കുവയ്ക്കാനുള്ള ഓർമ്മകളുമായിട്ട് ഇറങ്ങിപ്പോകേണ്ട സ്ഥലമല്ലേ ഈ കലാലയം. അതല്ലാതെ അക്രമം, അടിച്ചമർത്തൽ, ഭീഷണി, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥലമാണ് ഒരു കോളേജ്. അങ്ങനെയാണോ വേണ്ടത്? എടോ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ എല്ലാ സ്ഥലങ്ങളിലും ഈ ചുവന്ന കൊടി തകർന്ന് തരിപ്പണമായിട്ടില്ലേ? നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തി എത്ര കാലം കോട്ടയും കൊത്തളവുമായി നടന്ന ഏത് പ്രദേശത്താ ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത്? ഇന്ത്യയിലെ ഒരു അരമൂടി സംസ്ഥാനത്ത് പോലും ബാക്കിയില്ല. MLA ആയതിനുശേഷം കോളേജിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണവും നൽകി. KSU യൂണിറ്റ് പ്രസിഡന്റ് PV സരിക അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ KV സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSE SA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുജിത് P നായർ, DCC വൈസ് പ്രസിഡന്റ് PP പ്രദീപ് കുമാർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ,
MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ കമ്പലൂർ, വാർഡ് കൗൺസിലർ NK സീമ, നാഫി നീലേശ്വരം എന്നിവർ സംസാരിച്ചു. MSF യൂണിറ്റ് പ്രസിഡന്റ് ഫർഹാൻ ഫവാസ് സ്വാഗതവും KSU യൂണിറ്റ് സെക്രട്ടറി ആൽഫ്രഡ് പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിനായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ലഹരിയുടെ ഭാഗമായിട്ട് എത്രയോ കുട്ടികളുടെ ഭാവി ജീവിതം നമ്മുടെ നാട്ടിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് അവരുടെ ഭാവി തന്നെ നശിച്ചു പോകുന്നതാണ്. അവരുടെ ഭാവി നശിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. ഇതൊരു വലിയ വിപത്താണ്. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് മാവുങ്കാൽ പ്രദേശത്തിനകത്ത് ഈ നിങ്ങൾ പറയുന്ന ഏരിയ MDM കുറച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അറിയും. അതുപോലെ തന്നെ ആനന്ദാശ്രമത്തിൻ്റെ താഴെ ഭാഗത്ത് ഗോവാമത്യം മറ്റു കാര്യങ്ങളിൽ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ അറിയപ്പെടുന്ന ആളുടെ ഭാഗമായിട്ട് വിവരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത്തരം കുട്ടികളെ സംബന്ധിച്ച് ഇത് ഉപയോഗിക്കപ്പെടുന്നവർ ഇങ്ങനെ ആദ്യം ചെറിയ മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് അവരെ ആദ്യം സ്വാധീനിക്കുക. ഈ സ്വാധീനിക്കലിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഈ ലഹരി വസ്തുക്കളാണ് കുട്ടികളെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിനകത്ത്, നമ്മുടെ ടൗണിലൊക്കെ വിൽപ്പന നടത്തുന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വിവേക് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗോവിന്ദൻ നമ്പൂതിരി ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് P വിദ്യാധരൻ, ലയൺസ് ക്ലബ്ബ് പ്രവർത്തകരായ ഡോക്ടർ U കൃഷ്ണകുമാരി, M കൃഷ്ണൻ, VM ജോയ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഹേമമാലിനി സ്വാഗതവും കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി P നാരായണൻകുട്ടി നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അങ്കനവാടിയിലേക്ക് ജലശുദ്ധീകരണ ഉപകരണം നൽകി രാവണീശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരി UAE കമ്മിറ്റി. വാർഡ് മെമ്പർ ദീപ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ജലജന്യ രോഗങ്ങളും മറ്റും തടയുന്നതിനായി അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് ശുദ്ധജലം നൽകുന്നതിനായി രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരി UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലശുദ്ധീകരണ ഉപകരണം നൽകി. കൊട്ടിലങ്ങാട് അംഗൻവാടി, രാമഗിരി അംഗൻവാടി എന്നിങ്ങനെ 2 അംഗൻവാടികളിലേക്കാണ് ഉപകരണം നൽകിയത്. വാർഡ് മെമ്പർ ദീപ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. UAE കമ്മിറ്റി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്തായിട്ടും ഈ കാര്യം ചെയ്യണം. നമ്മളെ കുട്ടികളാണ്, ഒരുപാട് രോഗങ്ങൾ പിടിക്കുന്ന സംഭവമാണ് വെള്ളത്തിലൂടെ. അപ്പോൾ അതിന് പ്രതിവിധി എന്നുള്ള രീതിയിൽ ഈ ആഗസ്റ്റ് 15 ഇത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിവിടെ എത്തിച്ചേർന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. വളരെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ. ഇത് കൊടുക്കാൻ പറ്റിയതിൽ കലാകാര സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ സെക്രട്ടറി അപ്പോട്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാകുമ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. വളരെ സന്തോഷം. വെള്ളത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ പിഞ്ചു കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ ശരിയായ ഇപ്പോഴത്തെ കാലാവസ്ഥയെ അനുസരിച്ച് പല രോഗങ്ങളുള്ള സമയമാണ്. പക്ഷേ ഇതിനെ ഒന്ന് പ്രതിരോധിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ സംവിധാനം ആവശ്യമാണ്. അപ്പോൾ മറ്റുള്ളൊരു വഴി നമുക്കില്ലാത്ത രീതിയിലാണ് നമ്മൾ ബന്ധപ്പെട്ട UAE കമ്മിറ്റിയായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഈ സംസാരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എനർജിയോട് കൂടി തന്നെയാണ് അവർ ഇതിന് പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 അംഗൻവാടിയിലേക്കും ഫിൽറ്റർ ഏർപ്പെടുത്തി തരാമെന്നുള്ള ഒരു സമ്മതം അവരുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചു. അത് പ്രകാരം ഇന്ന് അവർ ഇവിടെ ഫിൽറ്റർ അംഗൻവാടിയിൽ വിതരണം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. സെക്രട്ടറി ശ്രീത്ത് ഇങ്ങനെ ഒരു കാര്യം UAE കമ്മിറ്റിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി ഒരു 2 മാസം മുമ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എക്സിക്യൂട്ടീവ് ചേരുകയും നമ്മളെ ഒരു ഇതായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ 2 അംഗൻവാടിയിലേക്ക് ഏകദേശം ഒരു
10,000 വരുന്ന ചിലവ് വരുന്ന സംഭവം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ എക്സിക്യൂട്ടീവ് ചെയ്യുകയും അത് നമ്മൾ മെയിൻ ഗ്രൂപ്പിലിട്ട് പാസ്സാക്കുകയും നമ്മളിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് വെക്കേഷൻ വന്ന സമയത്ത് കൊടുക്കാനുള്ള തീരുമാനത്തെത്തുകയും നമ്മൾ ഇന്നലെ പോയി പ്യൂരിക്കുന്ന പോയി അതിൻ്റെ നല്ല നമ്മൾ ചെറിയ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ്റെ തന്നെ വേണം. സാധാരണ കുറേ കിട്ടുന്നുണ്ട്, എന്നാലും നമുക്കൊരു അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ്റെ നല്ലൊരു സാധനം കൊടുക്കുന്നില്ല. കാരണം ചെറിയ കുഞ്ഞുമക്കളാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. തുടർന്ന് ഉദ്ഘാടകയും ഭാരവാഹികളും ചേർന്ന് അംഗൻവാടി ടീച്ചർക്ക് ഉപകരണം കൈമാറി. UAE കമ്മിറ്റി സെക്രട്ടറി സന്തോഷ്, പ്രസിഡന്റ് സുനിൽ വേങ്ങച്ചേരി, ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത്, പ്രസിഡന്റ് കെ ഷിബു, PV കുഞ്ഞിരാമൻ, K ദാമോദരൻ, K ബാലകൃഷ്ണൻ, മഹേഷ് കുണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേത്യ ഉദ്ഘാടനം ചെയ്തു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2025-26 വർഷത്തിൽ ക്ലബ്ബ് പരിധിയിൽ നിന്ന് SLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2025-26 വർഷത്തിൽ LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന സദസ്സ് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേത്യ ഉദ്ഘാടനം ചെയ്തു. അവരുടെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നത്. DYFI ആയാലും യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നു. ആ രീതിയിലേക്കുള്ള സമരമായിട്ട് നമ്മുടെ കേരളത്തിലെ എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കർഷക സമരത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിനു വേണ്ടിയിട്ടാണ് 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം. അന്ന് പിടിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും ആവേശകരമായിട്ടുള്ള സമരത്തിനാണ് അന്ന് ഈ കേരളത്തിനകത്ത് അയ്യങ്കാളി നേതൃത്വം നൽകിയിട്ടുള്ളത്. ക്ലബ്ബ് പ്രസിഡന്റ് കുതിരുമ്മൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ മുഖ്യാതിഥിയായി. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ B ഗംഗാധരൻ, V രാജൻ, AV പവിത്രൻ, CPIM മടിയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ M നാരായണൻ, ശ്രീജിത്ത് P, CPIM കുളിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി TV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി P സുനിൽകുമാർ സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ A സരോജിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. പുതിയ സെക്രട്ടറിയായി സുനിൽകുമാർ മടിയനെയും പ്രസിഡന്റായി നാരായണൻ കുതിരുമലിനെയും ഖജാൻജിയായി സരോജിനി മടിയനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. മഞ്ചേശ്വരം കാശിമഠം ഗുഡ്ഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് പിടിയിലായത്. കാസർഗോഡ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് 2 പേർ പിടിയിൽ. കണ്ണങ്കോൾ ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കളക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. വജ്രജൂബിലി സമ്മേളന പ്രമേയം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.